ബി ഗോപാലകൃഷ്ണൻ ഇവിടെ ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റ് തുറക്കുന്നതും ആ സീറ്റ് അവസാനിക്കുന്നതും കണ്ടതാണ് കേരളം. ഇവിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ വലിയ തിരിച്ചടിക്ക് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച കണ്ട നാടാണ് കേരളം. അതുകൊണ്ട് CPM മാറില്ല എന്ന ഒരു ശാപ സ്വഭാവത്തിൽ പറയാൻ CPM-നെ കുറിച്ച് പറ്റുമോ? സംഘടന താഴെത്തട്ടിലുള്ള പാർട്ടിയാണ് CPM. ബി ഗോപാലകൃഷ്ണൻ, ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് കോൺഗ്രസിൻ്റെ വക്താവ് മിസ്റ്റർ രാഹുൽ പറഞ്ഞത് ഞാനത് സൂചിപ്പിച്ചോട്ടെ. മിസ്റ്റർ രാഹുൽ, താങ്കൾക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. കാരണം താങ്കൾ പറഞ്ഞു വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞുപോയി. അത് ശരിയാണല്ലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വാരണാസിയിൽ 3 പേരാണ് മത്സരിച്ചത്. ആ 3 പേരും കൂടി ഒരുമിച്ചാണ് ഇപ്രാവശ്യം മത്സരിച്ചത്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ശശി തരൂരും ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. CPM-ഉം അതുപോലെ BJP-യും ഒരുമിച്ച് മത്സരിച്ചാൽ ശശി തരൂർ ജയിക്കുമോ? ഇവിടെ വേണുഗോപാൽ, നിങ്ങളുടെ നേതാവ് വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചു. ശോഭാ സുരേന്ദ്രനും അവിടെ മത്സരിച്ച ആരിഫും ഒരുമിച്ച് ഒരു ടീമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചാൽ KC വേണുഗോപാൽ ഏതൊക്കെ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകും. അപ്പോൾ താങ്കളുടെ ആ വാദത്തിന് ഒരർത്ഥവുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാൻ കാരണം അവിടെ വോട്ട് സ്പ്ലിറ്റായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വോട്ട് സ്പ്ലിറ്റാക്കാതിരിക്കാൻ ചില ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. എന്നിട്ടും എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും ഒന്നായി നിന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ലോകാരാധ്യനായ നരേന്ദ്രമോദി അവിടെ 1.5 ലക്ഷം വോട്ടിന് ജയിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അമേഠിയിലെ കാര്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ, ഞാനത് പേരുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണോ, ഇങ്ങനെ ഇന്ത്യയിലുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും നിങ്ങൾ ഒരുമിച്ച് പിടിച്ചു ചേർത്തു. ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് ചേർത്തിട്ട് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു UP ഒരു സീറ്റ് പോലും, ഒരേ ഒരു സീറ്റ് വാരണാസി, ആ വാരണാസി അല്ലാതെ വേറെ എവിടെയും BJP ജയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, നിങ്ങൾ 2 തെരഞ്ഞെടുപ്പ് 10 വർഷം 2014 ശേഷം 2024 വരെയുള്ള ഈ 10 വർഷത്തിൽ നിങ്ങൾ കടന്ന്, നിങ്ങൾ ചെയ്ത, നിങ്ങൾ നടന്ന, നിങ്ങൾ പറഞ്ഞ സകല കാര്യവും, ഫാസിസവും ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും സകല കാര്യവും ഈ നാട്ടിലെ ജനങ്ങൾ കേട്ടു. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് 100 സീറ്റാണ് തന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കിട്ടിയത് 240 സീറ്റാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ശശി തരൂരിനെ പോലെ KC വേണുഗോപാലിനെ പോലെ താങ്കൾ പറഞ്ഞ മറ്റ് നേതാക്കളെ പോലെയൊക്കെ ഉള്ളൊരു സാധാരണ നേതാവാണ് നരേന്ദ്രമോദി എന്ന് താങ്കൾ പറയുകയാണ്. ഒരു ദൈവാവതാരവും അല്ല, ഒരു അങ്ങനെ ഈ പറയുന്ന വലിയ ഓറ ഉള്ള ആളൊന്നും അല്ല. KC വേണുഗോപാലിനെ പോലെ തരൂരിനെ പോലെ സാധാരണ രാഷ്ട്രീയ നേതാവാണ് മോഡി എന്ന് സമ്മതിക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിനകത്ത് ഹാഷ്മി ഹാലിളകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നേതാവിനെ കമ്പയർ ചെയ്തിട്ടല്ല, ഞാൻ പറഞ്ഞത് അവസ്ഥയാണ്. എന്താണ് അവസ്ഥ? 2019 വാരണാസിയിൽ മത്സരിച്ചതാരാ? നിങ്ങളെന്താ അങ്ങനെ ചിന്തിക്കാത്തെ? ഞാനതാ പറഞ്ഞത്. പിന്നെ നിങ്ങളിങ്ങനെ ഈ ശശി തരൂരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ 3 പേര് മത്സരിക്കുന്ന സമയത്താണ് ഭൂരിപക്ഷം കൂടിയത്. ഇപ്പം 2 കൂട്ടരും കൂടി ഒരുമിച്ച് മത്സരിക്കുമ്പം ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഇന്ത്യയിലുള്ള സകല കല്ലും മുള്ളും കാഞ്ഞിരക്കുരുവും മുള്ളും മുരുടും മൂർഖം പാമ്പും എന്ന് പറയുന്ന സകല ആളുകളെയും ഇന്നലെ വരെ തെറിവിളിച്ച ശിവസേനയടക്കം നിങ്ങൾ കൂട്ടുപിടിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ് ചേട്ടാ? നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ്? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഹാഷ്മിയുടെ ഈ ചർച്ചയിൽ, അതിനുശേഷം ഇതുവരെ ഹാഷ്മി എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമില്ല. ഇനി അബിൻ ബർക്കി വന്നു പോയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഒരു വാദം വച്ചിരുന്നു, പരസ്യമായി മാപ്പ് പറയാം, അതുപോലെ ഹാഷ്മിക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കാം. ഈ പ്രാവശ്യം BJP അധികാരത്തിൽ വരില്ല. ഈ പ്രാവശ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യില്ല. ചെയ്താൽ ഹാഷ്മിക്ക് ബിരിയാണി. ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ വരണം, പൊതുമാപ്പ് പറയും. പിന്നെ ഇന്ന് വരെ ആ ചങ്ങാതിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. പിന്നെ സ്വാഭാവികം, അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയാണ്, ആ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. പക്ഷേ ഇപ്പോഴും 3ാം തവണ ഭരിക്കുന്നത് ഞങ്ങളാണ്, അത് മറക്കരുത്.
അപ്പോൾ അതുകൊണ്ട് നാളെ രാഹുൽ ഗാന്ധി ശക്തി ആർജിച്ച് ഒരു തരംഗമായി അങ്ങും വന്നോട്ടെ, ഒരു വിരോധവുമില്ല, വരണം. അതാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ. അപ്പം ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ തരംഗം ഉണ്ടാക്കും, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ ആലോചിക്കും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. സ്വേച്ഛാധിപതി, ഏകാധിപതി കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട്. സ്വേച്ഛാധിപതിയാണെങ്കിൽ രാഹുൽ ഗാന്ധി നടക്കുമോ? ഒരു സ്വേച്ഛാധിപതി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഇന്ദിരാഗാന്ധി. ഇതാ ജൂൺ 25 വരാൻ പോവുക. ജൂൺ 25 ഇന്ത്യയിൽ ഒരു സ്വേച്ഛാധിപതി. ആ ജൂൺ 25 ഓർക്കേണ്ട ദിവസമാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകാധിപതി, ഒരു സ്വേച്ഛാധിപതി, സാധാരണക്കാരനെയും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ തുറുങ്കിലടച്ച ഒരു സ്വേച്ഛാധിപതി, ഒരു ഏകാധിപതി ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ഏകാധിപതിക്ക് ശേഷം വേറെ സ്വേച്ഛാധിപതിയും ഏകാധിപതിയും ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. അല്ല അവിടെ തൃശ്ശൂരിൽ ഇല്ല ഇന്ദിരാഗാന്ധി സർ, തൃശ്ശൂരിൽ അവിടെ ജയിച്ച സുരേഷ് ഗോപി പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്നാ. ഞാനൊന്ന് പറഞ്ഞു തീരട്ടപ്പ. സുരേഷ് ഗോപി പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്നാ. ഞാൻ ഇവിടെ സുരേഷ് ഗോപി അല്ല ഇവിടെ സംസാരിക്കുന്ന ഗോപാലകൃഷ്ണനായി. സുരേഷ് ഗോപിയോട് പോയിട്ട് നിങ്ങൾ ചോദിക്കേ, സംസാരിക്കണേ. പറഞ്ഞാൽ മതി. സുരേഷ് ഗോപി മത്സരിച്ച് ജയിച്ചത് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല. അങ്ങ് കഠിനാധ്വാനം ചെയ്തതല്ലേ സുരേഷ് ഗോപിക്ക് വേണ്ടി? ആ സുരേഷ് ഗോപി പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവെന്നാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു അത് കോൺഗ്രസിന്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണ് സുരേഷ് ഗോപി പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? പറഞ്ഞോ? ഇല്ലേ? ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണ് എന്ന് പറഞ്ഞ് ശരിയാണോ തെറ്റാണോ സംസാരിക്കുന്നത്? ഞാനിപ്പോ നിങ്ങളോടല്ലേ. അങ്ങ് പെണ്ണ് ഹിറ്റ്ലർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങയുടെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച കേരളത്തിലെ ഏക ലോക്സഭാ MP ഭാരതത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായി ഞങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ മാതാവാണ്, കരുണാകരൻ പിതാവാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കറിയാം നിങ്ങൾക്ക് പൊള്ളുവെന്ന്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ തടസ്സപ്പെടുത്തുന്നത്. ജൂൺ 25 വരെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് മർദ്ദിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കി, അവരെ ജീവച്ഛവമാക്കിയ ആ ഇന്ദിരാഗാന്ധിയുടെ സന്തതിയാണ് നിങ്ങൾ. എന്നിട്ടാ വന്നിരുന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിനെയും ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാവിനെയും ഞങ്ങൾ അകാരണമായി ഇരുമ്പ് പറക്കുള്ളിൽ കൊണ്ടുപോയിട്ടില്ല, ഒരു സംസ്ഥാന നേതാവിനെയും രാഷ്ട്രീയ നേതാവിനെയും ഞങ്ങൾ കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഞങ്ങൾ കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് നിരോധിച്ചിട്ടില്ല. നിങ്ങൾക്കൊരിക്കലും പറയാനാവില്ല. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുഴുവൻ നടക്കാൻ പറ്റില്ല. ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിന് മുമ്പ് ശേഷം അദ്വാനി രഥയാത്ര നടത്തിയപ്പോ ഏതാണ് കാലഘട്ടം എന്ന് എനിക്കറിയാലോ. ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അന്ന് ആ രഥയാത്രയെ തടഞ്ഞവരാണ്, അദ്വാനിയെ തടഞ്ഞവരാണ്.